അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഗുരുവായൂരിൽ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മൂകാംബിക എത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. 12 മണിക്കൂറാണ് റണ്ണിങ് ടൈം കാണിക്കുന്നത്. അപ്പം നമുക്ക് പോവാം. നമുക്ക് പോവാം. സമയം രാവിലെ 6 മണി. രാവിലെ 6 മണി, 6:02. അപ്പം നമ്മൾ കുന്നംകുളം വഴി കോഴിക്കോട് പോയിട്ട് നമുക്ക് പോവാം. ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം മാഹിയാണ്. മാഹിയിൽ പോയായിരിക്കും നമ്മളടുത്ത് ഫ്യൂൽ ഫില്ല് ചെയ്യണത്. ഇതിനിടയ്ക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അമ്മ ഉറങ്ങിക്കോ. അമ്മ ഒന്ന് ഉറങ്ങിക്കോ കേട്ടാ. രാവിലത്തെ സമയമായോണ്ട് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരിക്കും. രസം മീൻസ് വേറെ ഒന്നുമല്ല, തിരക്ക് കുറവായിരിക്കും. നമ്മൾ ഭാരതപ്പുഴയുടെ മുകളിലുള്ള പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:45. അവിടുത്തെ ഫോഗ് നോക്ക്, പുഴയിലുള്ള മഞ്ഞ് കണ്ട. പുതിയ പാലം വരുന്നുണ്ട് അപ്പുറത്ത്, ഈ റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായിട്ട്. അപ്പൊ രാവിലത്തെ ഡ്രൈവ് നല്ല രസമുണ്ടല്ലേ. വലിയ തിരക്കില്ല, റോഡ് തിരക്കായിട്ടില്ല. ഹൈവേയുടെ പണിയെല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത 1 വർഷത്തിനകത്ത് ഇത് ക്ലിയർ ആവുമെന്ന് തോന്നുന്നു അല്ലേ. കണ്ടിട്ട് നമ്മൾ 6 മാസം മുന്നേ ഇതുവഴി വരുമ്പം ഇത്രയൊന്നും ആയിട്ടില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പം ഇപ്പൊ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. നമ്മളിപ്പോ കോഴിക്കോട് ജില്ല എത്തിയോ? കുറ്റിപ്പുറം അല്ലേ, കുറ്റിപ്പുറം. അടിപൊളി. പഴയ റോഡ്, അത് പുതിയ റോഡ്. നമ്മളിപ്പോ വളാഞ്ചേരി കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലെത്തി. ഇവിടെ ആ മല മൊത്തത്തിൽ കട്ടി കിടക്കണണ്ട റോഡിന് വേണ്ടി. അതിഭീകരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഈ ഒരു മല മൊത്തം അവർ ഇടിച്ചു മാറ്റുമെന്നാണ് തോന്നുന്നത്. കണ്ടാ, വലിയ മലയല്ല, വലിയ മല നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥലമല്ലേ. അവിടെ അല്ലേ ISROയുടെ ഒരു ബ്രാഞ്ച് ഉള്ളത്, LPSC അല്ലേ. മാമൻ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് പോലും ബൈക്ക് മാറ്റി തരുന്നില്ല. നല്ല രസമുണ്ടല്ലേ ഇവിടത്തെ റൂട്ട്. പക്ഷെ ഈ റൂട്ടില്ലേ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ നല്ല രസം. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ നല്ല രസം ഈ റോഡാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, വണ്ടികളുടെ എണ്ണം കൂടിപ്പോയി. അപ്പൊ നമുക്ക് ഇപ്പം ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇപ്പൊ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പകൽ സമയത്തൊന്നും വണ്ടി നീങ്ങത്തില്ല. 1 മണിക്കൂറിൽ ഒരു 20 കിലോമീറ്ററൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. രാത്രിയാണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല, എന്നാലും പാട് തന്നെയാണ്. വണ്ടികളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ ഫണ്ണ് നമുക്ക് അങ്ങനത്തെ റോഡുകളാണ്. അതെ ചേട്ടാ, മണി 7:30 7:30. നല്ല വിശക്കും. 7:30. ഹോട്ടൽ എവിടെയെങ്കിലും കണ്ടാ? കണ്ടു, പക്ഷെ ഒന്നും ഓപ്പൺ ആയില്ലല്ലേ. ഇവരാരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ? നമ്മൾ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നല്ല വിശക്കും. നോക്കാം നമുക്ക്. നമ്മളിപ്പോ കോഴിക്കോട് ബൈപ്പാസിലാണുള്ളത്. ഇവിടെ ഈ ഭാരത് ബെൻസിന്റെ ഒരു സർവീസ് സെന്റർ ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോട്ടൽ ശ്രീ അന്നപൂർണ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ പൂരിയും ഇഡലിയാണ് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. കൊള്ളാം, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. കഴിച്ചിട്ട് നമുക്ക് കാണാം. കൊള്ളാമോ? കഴിച്ചോ? കഴിച്ചില്ല, ചൂടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. പ്രൈസ് വളരെ കുറവായിരുന്നു. ഒരു സെറ്റ് പൂരി, ഒരു സെറ്റ് ഇഡലി, 3 ചായ 131 ആയുള്ളൂ. പിന്നെ നല്ല ഫുഡ് ക്വാളിറ്റി ഫുഡായിരുന്നു. ഹോട്ടൽ നല്ല ഹോട്ടലാണ്, അത് കൊള്ളാം കേട്ടോ. നമ്മ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. സൂപ്പർ ഫുഡായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചായയും നല്ല മധുരം. ആണോ? എന്താ കഴിച്ചത് അമ്മക്കുട്ടി? ഞാൻ പൂരിയും അതിന്റെ കൂടത്തുള്ള ഒരു കറിയും കഴിച്ചു, പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചു. ശരി. നീ എന്താ ഉറങ്ങുന്ന? ഇരിക്കുന്നെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നോ?
സീറ്റ് ബെൽറ്റ് എന്നല്ലേ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടോ? ഓ, മിഡിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലേ? ഓക്കെ, ശരി. ഹാപ്പി. ഹാപ്പി. അപ്പൊ ആക്ച്വലി ഇനി 68 കിലോമീറ്റർ ആണ് മാഹിക്ക് കാണിക്കുന്നത്. 68 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2 മണിക്കൂർ സമയമാണ് പറയുന്നത്. അപ്പൊ നല്ല ട്രാഫിക് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിപ്പം കോഴിക്കോട് ബൈപ്പാസിലാണ് ഉള്ളത്. ആക്ച്വലി ഈ ബൈപ്പാസ് ഞാൻ ആദ്യം മൂകാംബിക വന്നു തുടങ്ങിയ സമയത്ത് ഈ ബൈപ്പാസിന്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ബൈപ്പാസ് അല്ല, പഴയ ബൈപ്പാസിന്റെ സിംഗിൾ ലൈൻ ബൈപ്പാസിന്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വർഷവും കഴിയുന്തോറും ആ ബൈപ്പാസിന്റെ നീളം കൂടി ഫുൾ ബൈപ്പാസായി. ഇപ്പൊ ആ ബൈപ്പാസിന്റെ വീതി കൂട്ടി അടുത്ത് എന്താണ് നമ്മളെ ഈ 6 ലൈനിന്റെ ഭാഗമാകുമ്പോ വേണം. നമുക്കിനി എത്ര കിലോമീറ്റേഴ്സ് ആണ്? നമുക്കിനി ടോട്ടൽ എനിക്ക് തോന്നുന്നൊരു 350 കിലോമീറ്റേഴ്സ് വരും. ഇനി 3 കിലോമീറ്ററിനകത്തേ ഉള്ളൂ മാഹി എത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ മാഹിന്ന് ഉള്ള ബൈപ്പാസ്. ഈ റൈറ്റ് കാണുന്നത്? അത് ഈ നേരെ കാണുന്നത്. ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞു എന്നുള്ളതാണ് അറിവ്. അങ്ങനെ നമ്മൾ മാഹി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അടുത്തുള്ള ഒരു 1.5-2 കിലോമീറ്റർ ദൂരം വരുമെന്ന് പറഞ്ഞു. ഇതാണ് മാഹി. ഡീസൽ അടിക്കണ്ടേ? ഡീസൽ അടിക്കണം. മാഹിയിലെ ഫ്യൂൽ പ്രൈസ് ആണ് കേട്ടോ. ഡീസലിന്റെ പ്രൈസ് കണ്ടോ, 83 രൂപ 72 പൈസേ ഉള്ളൂ. കണ്ണ് തള്ളിപ്പോയി. ട്രിവാൻഡ്രത്തെ നമ്മുടെ പ്രൈസ് 99 എങ്ങാണ്ടാണ്. എത്ര രൂപ വ്യത്യാസം കണ്ടോ? ഫ്യൂൽ അടിച്ചിട്ട് പുറത്തിറങ്ങിയേ 3050 രൂപ ഒക്കെയാണ് നമ്മൾ ഫുൾ അടിച്ചത്. 36 സംതിങ് ആണ് കയറിയത്. അപ്പൊ എന്തുമാത്രം റേറ്റ് വ്യത്യാസം വന്നെന്ന് കണ്ട. നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് അടിക്കണമെങ്കിൽ 36 ലിറ്ററിന് പുറത്ത് അടിക്കണമെങ്കിൽ 3600 രൂപ അടിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പൊ 3050, 500 രൂപയ്ക്ക് പുറത്ത് 500-550 രൂപയോളം ലാഭമാണ് ഒരു ഒറ്റ ഫ്യൂലിങ്. ഇത് നെയ്യഴിപ്പുഴയാണ്, കേട്ടിട്ടുണ്ടോ? നെയ്യഴിപ്പുഴ, മാഹി നെയ്യഴിപ്പുഴയുടെ മുകളിലുള്ള പാലമാണിത്. റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കടൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ആണോ? ഈ വീടുകളുടെ തൊട്ടപ്പുറത്ത് കടലാണ്. ഒരു വീട് നമ്മളിപ്പോ മാഹി കഴിഞ്ഞിട്ടൊരു 2 കിലോമീറ്റർ വന്നിട്ടേ ഉള്ളൂ. ഈ റോഡ് കണ്ട, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. ഒട്ടും വീതിയില്ല ഇവിടെ. അപ്പൊ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരേപോലെ തിരക്കുള്ള റൂട്ടാണിത്. അപ്പൊ ഈ ഒരു റോഡെല്ലാം ബൈപ്പാസ് ചെയ്താണ് മറ്റേ ഹൈവേ പോകുന്നത്. നേരത്തെ ഞാൻ കാണിച്ചില്ലേ, പുതിയ മൊയ്തു പാലം. പഴയ മൊയ്തു പാലം എവിടെയാണ്? അപ്പം ഇതാണോ? കേട്ടാ. ഈ റൈറ്റ് സൈഡ് കാണുന്നതേ നമ്മളാ മാഹിയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഹൈവേ ആണ്. ഇവിടെയാണ് വന്നിറങ്ങുന്നത്. നമ്മളിപ്പം മാഹി കഴിഞ്ഞിട്ട് ഏകദേശം 20 കിലോമീറ്റർ ആയി. കണ്ണൂർ ഇനി 16 കിലോമീറ്ററേ ഉള്ളൂ. മംഗലാപുരം 158. മുംബൈ 1000 കിലോമീറ്റർ ഉണ്ട്, 1051 കിലോമീറ്റർ. ഈ റോഡ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഇതിലുള്ള യാത്ര അടിപൊളിയായി. ഹോട്ടൽ ബോർഡ് വെച്ച് തുടങ്ങിയല്ലോ ആൾക്കാരവിടെ ഇറങ്ങി നിന്ന് വിളിച്ചു തുടങ്ങി. സമയത്തായി 11:20. അപ്പൊ നമുക്കിനി ഇവിടുന്ന് 7 മണിക്കൂറാണ് നമ്മളെ സമയം പറയുന്നത്. 280 കിലോമീറ്റർ ഇനി കവർ ചെയ്യാനുണ്ട് മൂകാംബിക എത്താൻ വേണ്ടി. നമ്മളിപ്പം കണ്ണൂര് മേലെ ചൊവ്വ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പം ഒരു റെസ്റ്റോറന്റ് കണ്ടു. ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ റെസ്റ്റോറന്റിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് യൂട്ടേൺ എടുക്കുവാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ലാസ്റ്റ്
മൂകാംബിക വന്ന സമയത്ത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി കഴിച്ചിട്ടുണ്ട്. രാത്രി. കല്യാൺ സിൽക്സിന്റെ അടുത്താണ്. കല്യാൺ സിൽക്സിന്റെ അടുത്താണോ? അതെ. കല്യാൺ സിൽക്സ് ഞാൻ കണ്ടില്ല. കല്യാൺ സിൽക്സ് ആയിരിക്കും. ഈ MVK ട്രാവലർ റെസ്റ്റോറന്റ്. അത്യാവശ്യം നല്ല റെസ്റ്റോറന്റ് ആണ്. അപ്പൊ നമുക്ക് കയറാം. ചപ്പാത്തി, വെജ് ഫ്രൈഡ് റൈസ്, പനീർ ബട്ടർ മസാല കഴിക്കാം നമുക്ക്. ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചിറങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് നല്ലതായിരുന്നു. സൂപ്പർ ഫുഡാകുമ്പോ ഓക്കെ. കോസ്റ്റും വലിയ കുഴപ്പമില്ല. ഫെസിലിറ്റീസ് എല്ലാം നല്ലതാണ്. റെക്കമെൻഡബിൾ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ വിടുകയാണ്. അടുത്ത് നേരെ കാസർഗോഡ് എന്നിട്ട് കാണാം. നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ടേ. കാസർഗോഡ് ടൗണ് ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്. നമുക്ക് മൂകാംബിക പോകേണ്ടത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് കുറച്ചപ്പുറത്തൊരു 200 മീറ്റർ ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകണം. പിന്നെ ഇവിടുന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് ലെഫ്റ്റിലാണ്. പിന്നെ ഇത് ഫ്രണ്ട് കിടക്കുന്ന വഴിയില്ലേ, അതിലേ കൂടെ പോയാലും നമുക്ക് ഹൈവേയിലേക്ക് പോയി കയറാൻ പറ്റും. പക്ഷെ അത് ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അപ്പൊ ഇനി മംഗലാപുരത്തിന് 50 കിലോമീറ്റർ, ഒരു മണിക്കൂർ 1.25 മണിക്കൂർ വേണ്ടി വരും മംഗലാപുരം എത്താൻ വേണ്ടി. മംഗലാപുരം എത്തണ്ട, മംഗലാപുരത്തിനൊരു 10 കിലോമീറ്റർ മുന്നേ അല്ലേ നമുക്ക് നമ്മളെ തലപ്പാടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ്. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് എത്താൻ പറ്റും. നല്ല ടയർഡായി, നല്ല ചൂടുള്ള സമയമല്ലേ. ചൂടുള്ള സമയത്ത് AC എല്ലാം ഉണ്ടെങ്കിൽ പോലും ചൂടത്ത് നമ്മൾ ഇച്ചിരി ടയർഡ് ആവണുണ്ട്. സമയം ഉച്ചയ്ക്ക് 2:30 മണിയായി. അപ്പൊ നമുക്ക് നേരെ പോവാം. അവിടെ പുതിയ ഹൈവേയുടെ പണി നടക്കുന്നുണ്ടാ, ഫ്ലൈ ഓവർ. ഇവിടെ ഒന്നും പിന്നെ ലാൻഡ് ചെയ്യത്തില്ല. എല്ലാ ഫ്ലൈ ഓവറുകളും അണ്ടർപാസും വഴി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും. കാസർഗോഡ് ടൗൺഷിപ്പിനകത്തോട്ടൊന്നും പോകത്തില്ല. കണ്ടാ ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് പോകും. കാണാമോ? നെക്സോണല്ലേ കിട്ടണുള്ളൂ. ഇവിടുന്ന് ലെഫ്റ്റ്, അവിടുന്ന് വരുന്നതാണ് ഹൈവേ. നമ്മൾ ഇതൊരു ഷോർട്ട് കട്ടാണ് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ വന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്നത് ഹൈവേ ആണ്. നമ്മളിപ്പോ മഞ്ചേശ്വരം കഴിഞ്ഞ് തലപ്പാടി എത്തിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടുത്തെ റോഡ് കണ്ട, ഇവിടെ പല സ്ഥലത്തും ഈ ലെവലായിട്ടുണ്ട് റോഡിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള പല സ്ട്രെച്ചുകളും ഇതേ അവസ്ഥ ആയിട്ടുണ്ട്. ബാക്കിയുള്ളിടത്ത് നമുക്ക് ഏകദേശം 2-3 മാസത്തിനകത്ത് ഫുൾ സ്ട്രെച്ച് ആവും ഇവിടെയൊക്കെ. ഇവിടെ ഇപ്പൊ നമുക്കൊരു, എനിക്ക് തോന്നുന്ന ഒരു 3-4 കിലോമീറ്റർ ഈ ഒരു സ്ട്രെച്ച് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഏകദേശം നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയെന്ന് തോന്നുന്നത്. നമ്മള് ബോർഡർ എത്തി. അങ്ങനെ നമ്മള് കർണാടകയിലോട്ട് കയറുവാണ്. ഒരു ടോൾ ഗേറ്റ് ഉണ്ടല്ലോ. ടോൾ ഗേറ്റ് ഉണ്ട്. ഇവിടെയാണ് ബോർഡർ വരുന്നത്. ഇവിടെ തൊട്ട് കേരളത്തിന്റെ റോഡാണ്. ഇവിടെ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ മാത്രമേ ഇവര് കൊടുക്കാനുണ്ട്. ഈ കർണാടകയുടെ റോഡും കേരളത്തിന്റെ റോഡും തമ്മിലുള്ള കണക്ഷൻ കൊടുത്തിട്ടില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മളിപ്പോ കേരളത്തിന്റെ റോഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ തൊട്ട് കർണാടക റോഡിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞു. കർണാടകയിലുള്ള ആദ്യത്തെ ടോൾ പ്ലാസയാണ് ആ താഴെ കാണുന്നത്. അപ്പം നോക്കുമ്പോ ടോളൊക്കെ നമ്മൾ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കുമ്പോ അപ്പൊ നമ്മൾ ആ ടോള് കഴിഞ്ഞ്, തലപ്പാടി ടോള് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ടോൾ അവിടെ 50 രൂപയായിരുന്നു ടോൾ ചാർജ്. അപ്പൊ ടോൾ ചാർജസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഈ ഫുൾ എല്ലാ ടോളുകളുടെയും ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റോഡ് ഇപ്പോൾ കുറച്ച് തിരക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ മംഗലാപുരം സിറ്റി എത്തുന്നതിൻ്റെ ഒരു തിരക്കാണ്. അപ്പോൾ ഇവിടെ ഒരു 5-6 കിലോമീറ്റർ ആ ഒരു സിറ്റിയിലെ ഒരു കൺജഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ റോഡ് ഫ്രീ ആവും. നമ്മളൊരു അടുത്തൊരു 2-2.5 മണിക്കൂറിൽ മൂകാംബിക എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അവർ ഈ റോഡ് എന്ത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ടാ. അടുക്ക മീഡിയനെല്ലാം വെച്ചിട്ട് അതിനകത്ത് ചെടികളെല്ലാം പ്ലാൻ ചെയ്ത് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്.
ഇതെന്തോ സാധനം, പാം ഒരു ട്രീ അല്ലേ? ആ പാം. ആ പാം അതെല്ലാം കറക്റ്റ് ഒരേ ഹൈറ്റിന് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട കറക്റ്റ് ഗ്യാപ്പില് ചെയ്ത് കുറച്ച് കുറച്ച് അതായത് 10 നട്ടപ്പോ 8 ഉണ്ട്, 2 ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്കൊന്നും അല്ല, കറക്റ്റ് ആയിട്ട് ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗി നോക്ക്. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ കൂർഗെല്ലാം പോണം. അന്ന് നമ്മൾ പോയ ഓർമ്മയുണ്ട്. ഇവിടുന്ന് റൈറ്റിലോട്ട് കൂർഗ്, മൈസൂർ ഒക്കെ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. നമ്മളിപ്പം ഏകദേശം മൂകാംബികയിലോട്ട് തിരിയുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഹെമ്മാടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടുന്ന് റൈറ്റ് ആണ് പോകാനുള്ളത്. അപ്പം നമ്മൾ ഈ നമ്മളെ മൂകാംബികോട്ട് പോകാനുള്ള ആ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 30 കിലോമീറ്ററാണ് നമുക്കുള്ളത്. അടിപൊളി വ്യൂ അല്ലേ? റോഡ് നന്നായിട്ട് വീതി കൂട്ടിയല്ലേ ഇപ്പൊ? റോഡ് വീതി കൂട്ടി. പണ്ട് കുഞ്ഞു വഴിയായിരുന്നു. ഈ ഒരു സിംഗിൾ ലൈൻ ഇല്ലേ ഇതിന്റെ, അത്ര വീതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ഈ റോഡ്. നന്നായി റോഡ് നല്ല ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യണുണ്ട്. ഈ ഭാഗത്തൊക്കെ ഞാൻ പണ്ട് പ്ലാവിനെ കണ്ടിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞ ഒരു 10-15 വർഷം വരും. ഈ തലേ ദിവസം നമ്മള് തൊഴുതിട്ടേ രാവിലെ തിരിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ 5 മണിക്ക് അങ്ങനെ തിരിക്കുമ്പോൾ ഇതിങ്ങനെ ഈ സൈഡില് പുല്ല് മേഞ്ഞിട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ ഈ വണ്ടിയിലെ ലൈറ്റ് കാണുമ്പോ പതുക്കെ ഇതകത്തോട്ട് അങ്ങ് മാറും, നമുക്ക് കാണാൻ പറ്റും. 20 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ കുറച്ച് ദൂരമാണ് റോഡ് മോശം. ഇതുവരെ നല്ല റോഡായിരുന്നു. ഇതുവരെ നല്ല റോഡ്. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴും നല്ല റോഡുണ്ട്. ഇവിടെ ഇടയ്ക്ക് കുറച്ച് ദൂരം അവർ നല്ലപോലെ ക്ലിയർ ചെയ്തിട്ടില്ല. പ്യുവർ വെജ് റെസ്റ്റോറന്റ് അത് വീട് പോലെയാണ്. ഫ്യൂവൽ പമ്പ് എത്ര എണ്ണം വന്നിട്ടുണ്ട് ഈ റൂട്ടിൽ? മുമ്പ് ഇവിടെ ഒന്നുമില്ലായിരുന്നു, വിജനമായിട്ട് ഒരു ഫ്യൂവൽ പമ്പ് പോലും ഇല്ലായിരുന്നു. ഇപ്പം 3-4 ഫ്യൂവൽ പമ്പായി ഈ റൂട്ടിൽ. ഇവിടെയൊക്കെ റൂംസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹോട്ടൽ ബ്രഹ്മ പ്യുവർ വെജ് റെസ്റ്റോറന്റ് ആണത്. ഹോട്ടലും ഉണ്ട്, റൂംസും ഉണ്ട്. റൂംസും ഉണ്ട്, റെസ്റ്റോറന്റും ഉണ്ട്. നമ്മള് ആക്ച്വലി ഞാൻ നല്ല ടയർഡായി. നമ്മളും ടയർഡായി. എന്ത് ടയർഡ്? നിങ്ങൾ വെറുതെ ഇരിക്കുമല്ലോ. ഭയങ്കര ടയർഡാ. ഉറങ്ങിയത് ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ അമ്മൂനെ കണ്ടിട്ട് അങ്ങനെ ക്ഷീണമൊന്നും എനിക്ക് തോന്നണില്ല കേട്ടോ. കാരണം അവൾക്ക് ചെറുതായിട്ട് ക്ഷീണം വരുമ്പോൾ അവള് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് അവള് നല്ല ആക്റ്റീവായിട്ട് എണീറ്റിരിക്കുന്നുണ്ട്. നല്ല പ്രായമുള്ള മരമാണ്. ആലാണ്. ഇവിടെ ഒരു ഇതുണ്ട്, പാടമുണ്ട് കണ്ട. അവിടെ വേഴാമ്പലം ഇത് പറന്നിറങ്ങുന്നുണ്ട. അടിപൊളി ഒരു വേഴാമ്പൽ ഇരിപ്പുണ്ട് കേട്ടാ. വേഴാമ്പലുണ്ട്, മയിലുണ്ട്. വേഴാമ്പൽ രണ്ടെണ്ണം ഇരിപ്പുണ്ട്. നീക്കി ഞാൻ വണ്ടി അങ്ങോട്ട് നീക്കി നിർത്തട്ടെ. വേഴാമ്പലുണ്ട്, മയിലുണ്ട്. വേഴാമ്പലിനെ കിട്ടണം. ആദ്യം വേഴാമ്പലുണ്ട്. സൂം ചെയ്ത് കിട്ടൂലല്ലേ കറക്റ്റ് ആയിട്ട്. വേഴാമ്പലുണ്ട്, പിന്നെ മയിലുണ്ട്. മയിൽ കുറെ ഉണ്ടല്ലേ. കൊക്ക്, മയില് പാടത്ത് ഫുഡടിക്കുകയാണ്. വേഴാമ്പല് നല്ല ഭംഗിയുണ്ട് കണ്ടോ. അടുത്തത് വന്നു 3 എണ്ണം.
ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു കുറേ യാത്രകൾ വന്നിട്ട് ഇപ്പോഴാണ് ഇതിനെ കാണുന്നത്. പക്ഷെ വേഴാമ്പൽ പക്ഷെ പറയട്ടെ, പക്ഷെ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേഴാമ്പൽ അവിടെ ഈ അമ്പലത്തിന്റെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്താ പറയുന്നത്, ഇവിടത്തെ ഈ ഒരു എന്തെങ്കിലും ഈ ജീവികളൊക്കെ കാണുന്നതേ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഒന്നാമത് ഇപ്പൊ അത് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കുറഞ്ഞു. ഇവിടെ ആൾവാസം കൂടിയതിന് ശേഷം പണ്ടത്തെ പോലെ ഇറങ്ങാറില്ല. പണ്ട് ഞാൻ പറഞ്ഞു, പണ്ട് ഇവിടെ ഇഷ്ടം പോലെ കാണാമായിരുന്നു. അപ്പൊ അതുപോലെ ശ്രദ്ധിച്ചിരുന്നാലും നമുക്ക് ഈ പാടങ്ങളിലൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പതുക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മരത്തിന്റെ ആ ഒരു ഫീല് കണ്ടിട്ട് നമ്മൾ സ്ലോ ചെയ്ത് അപ്പോഴാണ് നമുക്ക് ഈ സംഭവം കാണാൻ പറ്റിയത്. മയിൽ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടേ, അതാണ് ഞാൻ സ്ലോ അവിടെ ഞാൻ രണ്ടാമത് ആ വയലിന്റെ അവിടെ മയിലെങ്കിലും കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് വേഴാമ്പൽ. അത് 3 എണ്ണം. നല്ല ഭംഗിയായിരുന്നു അല്ലേ നേരിട്ട് കാണാൻ. അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിന്റെ ആ കവാടത്തിന്റെ അവിടെ എത്തി കേട്ടോ. നമുക്കിനി അകത്തോട്ട് പോവാം. ഇവിടെ റോഡ് വൈഡനിങ്ങിന്റെ പണി നടക്കുവാണ്. അപ്പൊ അവിടെ പണി നടക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ടൊരു പാത്ത് ഇപ്പുറത്ത് മണ്ണെല്ലാം ഇട്ട് കാട്ടിനകത്തോട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. ആ കവാടത്തിന്റെ അകത്ത്, കവാടം കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററേ വരുള്ളൂ അമ്പലം വരെ. അപ്പൊ അതിനിടയ്ക്കുള്ള റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നതാണ് മൂകാംബിക ദേവി ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോകണം. അപ്പം ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ 6 മണി കഴിഞ്ഞപ്പം ഗുരുവായൂരിൽ നിന്ന് തിരിച്ചാണ്. ഇപ്പം 6:30 നമ്മളിവിടെ എത്തിയപ്പം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 എണ്ണവും നല്ല ടയർഡായി, നല്ല ടയർഡായി. അപ്പോൾ ഇനിയിപ്പം അമ്പല ദർശനമൊക്കെ നാളെ രാവിലെയാണ്. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ബൈ.